അരിപ്പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ ഒരു 5 മിനിറ്റിലൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലിൽ നിന്ന് ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വളരെ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് അരിപ്പൊടിയാണ്. 1 കപ്പ് എന്ന് പറയുന്നത് 240 ml കപ്പിന് 1 കപ്പ് അരിപ്പൊടി. അപ്പം ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് ഉഴുന്നുപരിപ്പാണ്. ഇത് 1 മണിക്കൂർ മുന്നേ നന്നായിട്ട് കഴുകി വെള്ളത്തിലൊന്ന് കുതിർത്തി വെച്ചാൽ മതി. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ ചവ്വരിയാണ്. അതും അതേ സമയം തന്നെ നന്നായിട്ട് കഴുകിയിട്ട് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയിട്ടിട്ടുള്ളതായിരുന്നു. അരിപ്പൊടി, ഉഴുന്നുപരിപ്പ്, അതുപോലെ ചവ്വരി, ഒരു 1/4 ടീസ്പൂൺ അളവിൽ കറി ജീരകം, ഇഞ്ചിയും പച്ചമുളകും കൂടി ചതച്ചിട്ടുള്ളത് 2 ടീസ്പൂൺ. വെളുത്തുള്ളി ആവശ്യമില്ല, ഇഞ്ചിയും പച്ചമുളകുമാണ്. അതുപോലെ മല്ലിയിലയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി വേണം. നല്ല ഫ്ലേവറാണിത്. ശരിക്കും നിങ്ങൾക്ക് കഴിക്കുമ്പോൾ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. അത്രയധികം ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് നല്ല ചൂടുള്ള നെയ്യാണ്. 1 ടേബിൾ സ്പൂണോളം നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. സാധാരണ നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കില്ല അതുപോലെ തന്നെ, പക്ഷേ ചൂടുവെള്ളത്തിലൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല. സാധാരണ നോർമൽ വാട്ടറിൽ തന്നെ കുഴച്ചെടുത്താൽ മതി. കുഴക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചപ്പാത്തിക്കോ അല്ലെങ്കിൽ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള മാവായിട്ടാണ് നമുക്ക് റെഡിയായി കിട്ടേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് മുഴുവനായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. അത്രയും നല്ല സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്ന ഒരു സ്നാക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല സ്പൈസി ആയിട്ട് വേണ്ടവർക്ക് അതിനനുസരിച്ചിട്ട് പച്ചമുളക് ഉപയോഗിക്കാം. ഇനി ഇതിനകത്തുനിന്ന് ചെറിയ ഉരുളകളാക്കി തയ്യാറാക്കിയെടുക്കാം. നിങ്ങളുടെ കയ്യിൽ പത്തിരി പ്രസർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം നല്ല എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇനി പത്തിരി പ്രസർ ഇല്ല കയ്യിൽ നിന്നാണെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് സാധാരണ നമ്മൾ പാത്രത്തിൻ്റെ അടപ്പൊക്കെ വെച്ചിട്ട് മുറിച്ചെടുക്കാറില്ലേ, പരത്തി എടുത്തിട്ട് പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് മുറിച്ചെടുത്താലും മതി കേട്ടോ. അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ പത്തിരി പ്രസർ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ റെഡിയാക്കിയെടുക്കാം. നല്ല കനം കുറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പാത്രത്തിൻ്റെ അടപ്പൊക്കെ വെച്ച് ചെയ്യുന്നതാണെങ്കിൽ അത്യാവശ്യം കുറച്ച് കനത്തിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നല്ല ചൂടുള്ള എണ്ണയിലോട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ചൂടുള്ള എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് 1-2 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിന്നിപ്പോൾ ഒത്തിരി നല്ല മൊരിഞ്ഞിട്ട് നമ്മൾ പപ്പടമൊക്കെ കഴിക്കുന്ന പോലെ അതുപോലെ വേണ്ടവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ കുറച്ചൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് എണ്ണയിൽ നിന്ന് വറുത്ത് പോരാം. അങ്ങനെയാകുമ്പോൾ ചിക്കൻ കറിയുടെയൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയായിട്ടുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് 2-3 എണ്ണം മാത്രം നന്നായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് കുറച്ച് സോഫ്റ്റ് ആകുന്ന രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുള്ളത്. കാരണം കറിയുടെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് ഈ സംഭവം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ.